ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ആഡ്സുകൾ കണ്ടുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പരസ്യം കണ്ടുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പല ആപ്ലിക്കേഷൻ്റെയും സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കാറുണ്ട്. ഇത് മുഖേന നമുക്ക് ഒരുപാട് ക്യാഷും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുക്കു FM ഇതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ്റെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓട്ടോ പേ എടുക്കുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് MyCV ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ₹1 കൊടുത്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും AI സഹായത്തോട് കൂടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇതുപോലെ തന്നെ പരസ്യം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ₹1 സബ്സ്ക്രിപ്ഷൻ എടുക്കും. ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വലിയൊരു എമൗണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് AIയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ പരസ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ₹1 കൊണ്ടും അതുപോലെ തന്നെ ചായ കുടിക്കുന്ന ക്യാഷ് കൊണ്ടൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ല രീതിയിൽ അവർ AI ആഡുകൾ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്യാനല്ല നമ്മൾ നോക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു MyCV ആപ്ലിക്കേഷനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് റീഫണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ MyCV ആപ്ലിക്കേഷൻ അകത്ത് പോയിട്ട് നമുക്ക് ഓട്ടോ പേ ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഓട്ടോ പേ ഓൺ ചെയ്തിട്ടുള്ളത്, ആ ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm പോലെയുള്ള ആപ്ലിക്കേഷൻ്റെയൊക്കെ ഓട്ടോ പേ എങ്ങനെ ഓഫ് ചെയ്യുമെന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ചാനലിൽ പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് MyCV ആപ്ലിക്കേഷനകത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു, നമ്മളെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് നഷ്ടപ്പെട്ടു പോയി, എങ്ങനെ നമുക്കത് റീഫണ്ട് എടുക്കാമെന്നാണ്. ഒട്ടുമിക്ക ഇതുപോലെ സബ്സ്ക്രിപ്ഷനുള്ള ആപ്ലിക്കേഷൻസുകളും 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഇതിൻ്റെ ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ്, ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപകാരപ്രദമാണോ എന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ട്രയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരമില്ല എങ്കിൽ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യുവാനും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അക്കൗണ്ടിൽ നിന്നും നിങ്ങൾ അറിയാത്ത സമയത്താണ് നിങ്ങൾ അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ തന്നെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. MyCV ആപ്ലിക്കേഷനുമായി റീഫണ്ടിൻ്റെ വിഷയത്തിൽ നമുക്കൊരു വിഷയമാണ് പറയാനുള്ളത്. റീഫണ്ടിൻ്റെ ഓപ്ഷൻ MyCV ആപ്ലിക്കേഷൻ പുതിയ അപ്ഡേഷനിൽ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് MyCV ആപ്ലിക്കേഷനകത്ത് റീഫണ്ടിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് MyCV ആപ്ലിക്കേഷനകത്ത് റീഫണ്ടിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു പുതിയ പോളിസി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും റീഫണ്ടിൻ്റെ ഓപ്ഷൻ നമുക്ക് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ക്യാഷ് ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല ഈ ഒരു MyCV ആപ്ലിക്കേഷനകത്ത്. മുന്നേ ഒരു ആപ്ലിക്കേഷന് റീഫണ്ട് പോളിസി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറേ വീഡിയോകൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി സാധിച്ചു, റീഫണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെ. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നറിയില്ല. എന്നാലും പുതിയ പോളിസിയിൽ നമുക്ക് റീഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു അപ്ഡേഷനും, അതായത് നമ്മൾ റീഫണ്ട് കിട്ടാൻ വേണ്ടിയുള്ള യാതൊരു വഴികളും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഓട്ടോ പേ ഇതിനകത്ത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. 3 ദിവസത്തെ ട്രയൽ കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പോകുന്നത്. ഈ ഒരു ക്യാഷ് പോകുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിനകത്ത് മതിയായ ബാലൻസ് ഇല്ല എങ്കിൽ, അതായത് ഈ ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ട ക്യാഷ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിനകത്ത് ഇല്ല എങ്കിൽ 3 പ്രാവശ്യം അവർ ട്രൈ ചെയ്ത് നോക്കും. ഇതിനകത്ത് നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഓട്ടോ പേ ഓഫായി പോകുന്നതാണ് പുതിയ പോളിസി എന്ന് പറയുന്നത്. ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ പോകും. ബാലൻസ് ഇല്ലാത്ത ഒരു അക്കൗണ്ട് ആണെന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 3 പ്രാവശ്യമാണ് അവർ ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓട്ടോ പേ അതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഓഫ് ആവുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു MyCV ആപ്ലിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഈ ഒരു MyCV ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ടിനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. അതിനകത്ത് റീഫണ്ടിൻ്റെ ഓപ്ഷൻ ഇല്ല. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.